ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു തിരുവോണ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ ഒരു വൈബിൽ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റു, ഒരു 4 മണിയാകുമ്പോഴേക്കും എണീറ്റു. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പണികളുണ്ട്. എന്ന് വെച്ചാൽ ആഹാരം തന്നെയാണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ വൈകി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ കണ്ടോ 5:10 അപ്പോൾ നമ്മുടെ മിറ്റടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പൂക്കളൊക്കെ മാറ്റി. പിന്നെ രാവിലെ തന്നെ പുറംപണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതാ കുളിച്ചു കേട്ടോ. കുളിയെല്ലാം കഴിഞ്ഞ് എന്തൊരു തണുപ്പ്. എന്ന് വെച്ചാൽ വല്ലപ്പോഴും എന്ന് പറയാനില്ല, ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങൾ ഞാൻ ഇത്രയും നേരത്തെയൊക്കെ എണീക്കുന്നത്. അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു 6 മണി സമയത്തൊക്കെ ആയിട്ടാണ് എണീക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ കുളി അങ്ങോട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ. ബാക്കി എന്താ വെച്ചാൽ പണികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാൻ നിന്നാൽ പിള്ളേരൊക്കെ വന്ന് ആകെ അലമ്പാവും. അപ്പോൾ ഞാൻ വേഗം കുളിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ അമ്മ എടുത്തു തന്ന ടോപ്പാണ് കേട്ടത്. അപ്പോൾ അമ്മ വൈകുന്നേരത്തെ തലേദിവസം തന്നെ ഇഞ്ചിമുളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടുകറി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെയിലിനുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അമ്മ പൂക്കളൊക്കെ ഒന്ന് നമ്മൾ കുറച്ച് പൂക്കളം നമ്മൾ വാങ്ങിച്ചു, തിരുവോണ ദിവസം കേട്ടോ നമ്മൾ വാങ്ങിക്കുള്ളൂ. പിന്നെ നമുക്ക് ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും അപ്പന് രാവിലെ ഗോതമ്പ് ദോശയാണ്. അപ്പോൾ അതാണ് കഴിക്കുക അതായത് രാവിലെ ഗോതമ്പ് ദോശയാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തോണ്ട് പണിയെല്ലാം ഒരുങ്ങിയിട്ടാണ് ആ പണിക്കൊക്കെ നിന്നത്. അപ്പോൾ നമ്മൾ അയൽവക്കക്കാരോടൊക്കെ ഹാപ്പി ഓണം പറയുന്ന വിശേഷങ്ങളാണ്. അങ്ങനെ നേരത്തെ തന്നെ എനിക്ക് പണികളൊക്കെ ഒരുക്കാനായിട്ട് പറ്റി. അപ്പോൾ തന്നെ എണിച്ച് വേഗം രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അല്ലെങ്കിൽ പണികളൊക്കെ കഴിഞ്ഞ് ഉച്ചയാവും നമ്മൾ കഴിക്കാൻ നേരം ആകുമ്പോൾ കേട്ടോ. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, നേരത്തെ തന്നെ എല്ലാം റെഡിയാക്കണമെന്ന്. പിന്നെ പായസം വെച്ച് നമ്മൾ അടപ്പായസമാണ് കേട്ടോ ആദ്യമായിട്ട് വെച്ചാണ് നമ്മൾ വീട്ടിൽ കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. ഇലയൊക്കെ മുറിച്ചു. അപ്പോൾ വെക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ കാണിച്ചു തരാനുള്ള ഇത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. കൂട്ടുകറി, പായസം, അവിയൽ, സാമ്പാർ, ഉപ്പേരി പറഞ്ഞ പോലെ അത്യാവശ്യം വിഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുളിയും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കണം, ഓണക്കൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വിനോദിൻ്റെയും അമ്മയും നമ്മളെ പിള്ളേരൊക്കെ കുളി കഴിഞ്ഞ് എല്ലാവരും എല്ലാവരും അവനെയൊക്കെ ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി മാറ്റി കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, വിനോട്ടനൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അപ്പനും അമ്മേൻ്റെയാണ് പൂക്കളം. എന്താ വെച്ചാൽ അവരാണ് കുറേ നേരം മെനക്കെട്ട് ഇരുന്നിട്ട് ഉണ്ടാക്കിയതാണ്. വാമിക്കൂട്ട് നില കൊണ്ടുവന്ന് പപ്പടമായി, അമ്മ കറികൾ കൊണ്ടുവരുന്നു. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ എല്ലാവർക്കും കൂടി ഒന്നിച്ചിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം അപ്പനമ്മയും പിന്നെ ഞങ്ങൾ ഇവിടുത്തെ രാവിലത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനും വിനോദനും പിള്ളേരും കൊണ്ട് എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഒരു അടിപൊളി ഫീലാണ് അല്ലേ. നമ്മൾ ഓണത്തിന് ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഒരു കൊച്ചു വീട്ടിലെ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുക, കാണിച്ചു തരിക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു വൈബിങ് എന്ന് പറയാൻ എന്താ വെച്ചാൽ ഈ ഓണപ്പരിപാടികൾ ഉണ്ടാവില്ല. അടിപൊളി ചിലവിടെയൊക്കെ ഗംഭീര പരിപാടികളും ഞങ്ങളവിടെയൊക്കെ അത്യാവശ്യം നല്ല പരിപാടിയൊക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ ഇത്തവണ മാത്രമാണ് പരിപാടികളൊന്നും ഇല്ലാത്ത ഒരു ഓണം എന്ന് പറയുന്നത് ഇക്കുറിയായിരുന്നു കേട്ടോ. അപ്പോൾ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക, വെള്ളം കൂടി മത്സരം, കൈപ്പയ്ക്ക തീറ്റ മത്സരം, അങ്ങനെ ഒരുപാട് സൂചിയിൽ നൂല് കോർക്കൽ ഒരുപാട് മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കുറിയൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ഷെയർ ചെയ്യായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി പറയണേ ഹാപ്പി ഓണം. അപ്പം പേരിന് വിളിച്ചപ്പോൾ കുറച്ചൊന്ന് കഴിക്കട്ടെ. അപ്പോൾ രാവിലെ ഗോതമ്പ് ദോശ കഴിച്ചായിരുന്നു. നല്ലൊരു സന്തോഷമല്ലേ എല്ലാവരും കൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ആ പായസവും പപ്പടവും, പഴം കിട്ടിയില്ല ഗൈസ്, അല്ലെങ്കിൽ ആ പഴം കൂടി വാങ്ങിച്ചിട്ട് പെടയ്ക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊക്കെ അല്ലേ നമ്മളിങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇനി വെറുതെ പറഞ്ഞിട്ട് എന്തിനാണ് വായിൽ വെള്ളം വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. അച്ഛനും അമ്മയും തന്നെ ഉള്ളൂ. പിന്നെ എനിക്ക് ചേച്ചിയുണ്ട്, അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മൻ്റെ വക ഓണക്കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പറയല്ലേ, ഞങ്ങൾ കാണലില്ലല്ലോ. അപ്പോൾ വന്നപാടെ അതൊക്കെ എടുത്തു കൊടുത്തിട്ട് വെച്ച് നോക്കുകയാണ്. പിന്നെ വാമി അമ്മയ്ക്കും ഉണ്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് നൈറ്റ് ഡ്രസ്സ് വീട്ടിലിടാൻ, പിന്നെ ഏട്ടന് ഷർട്ട്, മുണ്ട്, എനിക്ക് ഒരു സാരി. അപ്പോൾ എനിക്ക് സാരി വേണ്ടമ്മ പറഞ്ഞപ്പോൾ അമ്മ 2-3 ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ സാരി എടുത്തിട്ട് നമ്മളിപ്പോൾ എവിടേക്കും പോകുന്നില്ലല്ലോ. ടോപ്പ് ആകുമ്പോൾ നമുക്ക് വേഗം അതങ്ങൾ എടുത്തിട്ട് നമുക്ക് എവിടേക്കാന്ന് വെച്ചാൽ പോവാം. സാരിയൊക്കെ ചുറ്റും എടുക്കുക പറഞ്ഞാൽ പണിയാണ് ഗൈസ്. എനിക്കിഷ്ടമാണ് കേട്ടോ, സാരി ഉടുക്കാറ് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും അത്യാവശ്യം നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ടോപ്പുകളായിരുന്നുകൊണ്ട് അമ്മ എടുത്തൊക്കെ കൊണ്ടുപോകാൻ ഞാൻ നോക്കട്ടെ, ഇഷ്ടപ്പെട്ട് എടുക്കാം. അങ്ങനെ എന്താ വെച്ചാൽ അമ്മ ആശാ വർക്കർ ആയതുകൊണ്ട് അമ്മയ്ക്കും കൂടുതൽ അമ്മയും യൂസ് ചെയ്യുന്നത് ചുരിദാറാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സുകളൊക്കെ നോക്കിയെടുക്കുകയായിരുന്നു. അപ്പോൾ കൊണ്ടുവന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായത്. അച്ഛൻ തറവാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എത്തി വന്നപ്പോൾ പിന്നെ അച്ഛനും കൂടി വന്നു കേട്ടോ. പേരക്കുട്ടികളുടെ അപ്പനെ കണ്ടപ്പോൾ അപ്പാപ്പ അതിനൊരു സന്തോഷം. എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 എനിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ്, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.